ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഓൾ ക്യാൻ ബി ഡൺ ടു എൻഷുവർ ജെൻഡർ ജസ്റ്റിസ്? ജെൻഡർ ജസ്റ്റിസ് എൻഷുവർ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ജെൻഡർ ജസ്റ്റിസ് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും, അതായത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ലീഡർഷിപ്പിലും ജോബ്സിലൊക്കെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. പിന്നെ ബോയ്സിനും ഗേൾസിനൊക്കെ ഈക്വൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നാണ്. പിന്നെ മെന്നാണെങ്കിലും വിമൺ ആണെങ്കിലും സെയിം വർക്കിന് ഈക്വൽ വേജസ് നൽകുക എന്നതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഹൗസ് ഹോൾഡ് വർക്കായാലും ഫാമിലി ആയാലും മെന്നും വിമനും ഈക്വൽ ആയിട്ട് തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണമെന്നാണ്. അപ്പോൾ ഇവയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജെൻഡർ ജസ്റ്റിസ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എഴുതാൻ നോക്കാം. To ensure gender justice, we must provide equal opportunities for everyone in leadership and jobs. Boys and girls must have an equal right to education. Men and women should receive equal wages for the same work. Responsibilities in the family and household should be shared equally between men and women. Question: Is indeed the zygote a single cell? How does it become a multicellular baby? സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലാണ്, പക്ഷെ അതെങ്ങനെയാണ് മൾട്ടി സെല്ലുലാർ ബേബി ആയിട്ട് മാറുന്നത്? അപ്പോൾ സൈഗോട്ട് പറയുന്നത് ഒരു സിംഗിൾ സെൽ തന്നെയാണ്. അപ്പോൾ ഇത് ഫോം ചെയ്യുന്നത് ഫെർട്ടിലൈസേഷന് ശേഷമാണ്. ഈ ഒരു സിംഗിൾ സെൽസ് വന്നിട്ട് റാപ്പിഡ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം അതൊരു സോളിഡ് ബോൾ ഓഫ് സെല്ലായിട്ട് കാണപ്പെടുന്നത്, അത് നമ്മൾ മോറില എന്നാണ് പറയുക. പിന്നെ അതൊരു ഹോളോ ബോൾ, അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. ഈ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് യൂട്രസിൽ പോയി ഇംപ്ലാന്റ് ചെയ്തിട്ട് അവിടെ ഗ്രോ ചെയ്യും. അവിടെ വെച്ചിട്ട് ഈ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. അത് പിന്നെ ഫീറ്റസ് ആയിട്ട് മാറുന്നു. ഫൈനലി ഒരു ബേബി ആയിട്ടാണ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. യെസ്, the zygote is a single cell formed after fertilization. This single cell undergoes rapid and repeated cell divisions, a process called cleavage. It first forms a solid ball of cells called a morula and then a hollow ball called a blastocyst. This blastocyst implants in the uterus and continues to grow and differentiate into an embryo, a fetus, and finally a baby. Question: How does the fetus get nutrients and how is waste removed from its body? ഫീറ്റസിന് എങ്ങനെയാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യുന്നത്? ഫീറ്റസ് വന്നിട്ട് ന്യൂട്രിയൻസും ഓക്സിജനൊക്കെ മദറിൻ്റെ ബ്ലഡിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത് പ്ലാസൻ്റ വഴിയാണ്. അംബ്ലിക്കൽ കോഡാണ് ഫീറ്റസിന് പ്ലാസൻ്റയിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫീറ്റസിലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ വേസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് അംബ്ലിക്കൽ കോഡ് വഴിയും അതുപോലെ പ്ലാസൻ്റ വഴിയും മദറിൻ്റെ ബ്ലഡിലോട്ട് തിരിച്ചു വിട്ടിട്ട് അവിടെ നിന്നാണ് അത് റിമൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The fetus gets all its nutrients and oxygen from the mother's blood. This exchange happens through a special organ called the placenta. The umbilical cord connects the fetus to the placenta. Waste products from the fetus, like carbon dioxide, pass back through the umbilical cord and placenta to the mother's blood to be removed. Question: What all things have to be taken care of to ensure the physical and mental health during pregnancy? Pregnancy time ഫിസിക്കലും അതുപോലെ മെൻ്റൽ ഹെൽത്തും എൻഷുർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു പ്രഗ്നൻറ്റ് വുമൺ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ്. പിന്നെ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ആൻറ്റിനേറ്റൽ ചെക്കപ്പ് ചെയ്യുക. പിന്നെ വരുന്നത് ഫാമിലി ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഇമോഷണൽ സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A pregnant woman should eat a healthy, balanced diet. She needs to get enough rest and do light exercise. Regular antenatal checkups with a doctor are very important. Emotional support from family and friends is crucial for her mental well-being. Question: What are the benefits of a mother who breastfeeds? ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു മദറിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് വന്നിട്ട് മദറിൻ്റെ യൂട്രസ് അവരുടെ നോർമൽ സൈസിലോട്ട് റിട്ടേൺ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുമാത്രമല്ല പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന വെയിറ്റൊക്കെ ലോസ് ചെയ്യാൻ ബ്രസ്റ്റ് ഫീഡിങ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് ബ്രസ്റ്റ് ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ പോലത്തുള്ള പല അസുഖങ്ങളും വരാനുള്ള റിസ്ക് വന്നിട്ട് ലോവേഴ്സ് ചെയ്യുന്നു.
പിന്നെ പറയുന്നത് ഒരു കുട്ടിയും മദറും തമ്മിലുള്ള സ്ട്രോങ് ഇമോഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും ബ്രസ്റ്റ് ഫീഡിങ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Breastfeeding helps the mother's uterus to return to its normal size more quickly. It can help the mother to lose pregnancy weight faster. It also lowers the mother's risk of developing breast cancer, ovarian cancer, and type 2 diabetes later in life. It creates a strong emotional bond between the mother and the baby. Question: What is gender justice? Gender justice പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ജെൻഡർ ജസ്റ്റിസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സൊസൈറ്റിയിൽ ജെൻഡർ നോക്കാതെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സും ഓപ്പർച്യൂണിറ്റീസും നൽകുക എന്നാണ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ എൻഡ് ചെയ്തിട്ട് ഒരു ഫെയർ ആയിട്ടുള്ള സൊസൈറ്റി എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, ജോബ്സ്, ലീഡർഷിപ്പ് എന്നിവയൊക്കെയാണ്. പിന്നെ പറയുന്നത് ഫാമിലിയിലുള്ള റെസ്പോൺസിബിലിറ്റീസും അവർ ഈക്വലായിട്ട് ഷെയർ ചെയ്യുക എന്നതും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Gender justice means that all people, regardless of their gender, have equal rights and opportunities. It aims to end discrimination and create a fair society for everyone. This includes equal access to education, jobs, and leadership roles. It also involves sharing family responsibilities equally. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: What changes occur in boys during puberty? Puberty സമയത്ത് ബോയ്സിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ puberty സമയത്ത് വന്നിട്ട് മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് ഡെവലപ്പ് ചെയ്യാനും ഗ്രോ ചെയ്യാനും തുടങ്ങുന്നു. ഈ ഒരു സമയത്താണ് സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ബോയ്സിന് വന്നിട്ട് അവരുടെ വോയിസ് മാറ്റം വരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഫേസിലും ബോഡിയിലൊക്കെ ഹെയർ ഗ്രോ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. During puberty, the male reproductive organs grow and develop. The production of sperm begins in the testes. Boys experience a growth spurt, their voice deepens, and hair grows on their face and body. They may also experience nocturnal emissions, which is a normal part of growing up. Question: What is menstrual cycle? Menstrual cycle പറഞ്ഞാൽ എന്താണ്? മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു വിമന്റെ ബോഡിയിൽ നടക്കുന്ന മന്ത്ലി ചേഞ്ചസിൻ്റെ ഒരു സീരീസ് ആണ്. ഇത് വന്നിട്ട് പോസിബിൾ ആയിട്ടുള്ള പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മാസവും ഓവുലേഷൻ വഴി ഓവറീസിൽ നിന്നും ഒരു എഗ്ഗ് റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എഗ്ഗ് വന്നിട്ട് ഫെർട്ടിലൈസ്ഡ് അല്ലെങ്കിൽ ഇത് വന്നിട്ട് യൂട്രസിൻ്റെ ലൈനിങ് ബ്രേക്ക് ചെയ്തിട്ട് ഷെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഷെഡിങ്ങിനെയാണ് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The menstrual cycle is a series of monthly changes a woman's body goes through to prepare for a possible pregnancy. Each month, one of the ovaries releases an egg in a process called ovulation. If the egg is not fertilized, the lining of the uterus breaks down and is shed. This shedding of the uterine lining and blood is called menstruation or a period. Question: What is fertilization and where does it occur? Fertilization പറഞ്ഞാൽ എന്താണ്, അത് എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്? ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ പറയുന്നത് ഒരു മെയിലിൽ നിന്നുള്ള സ്പേം സെല്ലും ഫീമെയിലിൽ നിന്നുള്ള എഗ് സെല്ലും തമ്മിലുള്ള ഫ്യൂഷൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു ഫ്യൂഷൻ വന്നിട്ട് ഒരു സിംഗിൾ സെല്ലായിട്ടുള്ള സൈഗോട്ടിൻ്റെ ഫോർമേഷനിലാണ് റിസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻസിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫാലോപ്പിയൻ ട്യൂബിലാണ്. അപ്പോൾ ഈ ഫോം ചെയ്ത സൈക്കോട്ട് വന്നിട്ട് യൂട്രസിലോട്ട് ട്രാവൽ ചെയ്തിട്ട് അവിടെ ഇംപ്ലാന്റ് ചെയ്യുകയും ഗ്രോ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Fertilization is the process where a male sperm cell fuses with a female egg cell, that is ovum. This fusion results in the formation of a single cell called a zygote. In humans, fertilization typically takes place in the fallopian tube or oviduct. The zygote then travels to the uterus to implant and grow. Question: What is implantation? Implantation പറഞ്ഞാൽ എന്താണ്? Implantation എന്ന് പറയുന്നത് ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിൻ്റെ വാളിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇത് എപ്പോഴും നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷന് ശേഷം 6 to 12 days കഴിഞ്ഞിട്ടാണ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് പിന്നീട് യൂട്രിൻ ലൈനിലോട്ട് ഇൻസേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സക്സസ്ഫുൾ ഇംപ്ലാന്റേഷനെയാണ് പ്രഗ്നൻസിൻ്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ നോക്കാം. Implantation is the process where the early embryo called a blastocyst attached to the wall of uterus. This usually happens about 6 to 12 days after fertilization. The blastocyst burrows into the uterine lining known as the endometrium. Successful implantation is the start of pregnancy. Question: What is the function of the placenta? പ്ലസൻ്റയുടെ ഫങ്ഷൻ എന്താണ്? ഇപ്പോൾ പ്ലസൻ്റ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ യൂട്രസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെമ്പററി ഓർഗാനാണ്. ഈ ഒരു ഓർഗാൻ വന്നിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസും അതുപോലെ മദറും തമ്മിലുള്ള ബ്രിഡ്ജ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റോൾസ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനൊക്കെ മദറിൻ്റെ ബ്ലഡിൽ നിന്നും ഫീറ്റസിലോട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. അതുമാത്രമല്ല ഫീറ്റസിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നതും പ്ലാസൻ്റ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The placenta is a temporary organ that develops in the uterus during pregnancy. It acts as a bridge between the mother and the developing fetus. It provides oxygen and essential nutrients from the mother's blood to the fetus. It also removes waste products from the fetus blood. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: What is the role of amniotic fluid? Amniotic fluidന്റെ റോള് എന്താണ്? അമിനിയോട്ടിക് ഫ്ലൂയിഡ് വന്നിട്ട് അമിനിയോട്ടിക് സാക്കിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലിക്വിഡാണ്. ഇത് വന്നിട്ട് ഗ്രോയിങ് ഫീറ്റസിൻ്റെ ചുറ്റുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഫീറ്റസിനെ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഫീറ്റസിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നിവയ്ക്കാണ്. ഇത് മാത്രമല്ല ഫീറ്റസിൻ്റെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അമിനിയോട്ടിക് ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Amniotic fluid is the protective liquid contained within the amniotic sac. It surrounds the growing fetus in the uterus. It helps to cushion the fetus from injury and allows it to move freely. It also helps to maintain a constant temperature for the fetus. Question: What is the gestation period in humans? Humans-ൽ gestation period പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ gestation period എന്ന് പറയുന്നത് പ്രഗ്നൻസിൻ്റെ ഡ്യൂറേഷൻ ആണ്. ഒരു ഹ്യൂമൻ എടുത്തു കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ അല്ലെങ്കിൽ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 270 മുതൽ 280 ഡേയ്സ് ആണ്. അതായത് ഒരു 40 വീക്സ് അല്ലെങ്കിൽ 9 months ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. പിന്നെ ജസ്റ്റേഷൻ പീരീഡ് പറയുന്നത് കൺസെപ്ഷൻ മുതൽ ഒരു ബേബിയുടെ ബർത്ത് വരെയുള്ള പീരീഡാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The gestation period is the duration of pregnancy. In humans, it lasts for about 270 to 280 days. This is approximately 40 weeks or 9 months. It is a time from conception to the birth of the baby. Question: What is antenatal care? Antenatal care പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ആൻറ്റിനേറ്റൽ കെയർ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ ഒരു വിമൺ റിസീവ് ചെയ്യുന്ന ഹെൽത്ത് കെയർ ആണ്. അപ്പോൾ ഇതിനകത്ത് റെഗുലർ ചെക്കപ്പ് ആവാം, അതുപോലെ സ്ക്രീനിങ് ടെസ്റ്റ്, പിന്നെ അവരുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള അഡ്വൈസ് ഒക്കെ ആവാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് മദറിനും ബേബിക്കും ഒരു നല്ല ഹെൽത്ത് എൻഷുർ ചെയ്യുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻറ്റിനേറ്റൽ കെയർ ഇസ് ദ ഹെൽത്ത് കെയർ എ വുമൺ റിസീവ്സ് ഡ്യൂറിങ് ഹെർ പ്രഗ്നൻസി. It includes regular checkups, screening tests, and advice on diet and lifestyle. The goal is to ensure the health and well-being of both the mother and the baby. It helps to identify and manage any potential problems early on. Question: Why are iron and folic acid important during pregnancy? പ്രഗ്നൻസി ടൈമിൽ എന്തുകൊണ്ടാണ് അയണും ഫോളിക് ആസിഡും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം? ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽസ് ക്യാരി ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷന് അയൺ വളരെയധികം അത്യാവശ്യമാണ്. പ്രഗ്നൻസി ടൈമിൽ വന്നിട്ട് മദറിൻ്റെ ബ്ലഡ് വോളിയം ഇൻക്രീസ് ആവും. അപ്പോൾ അനീമിയ പോലത്തെ ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയണിൻ്റെ ആവശ്യം കൂടുതലാണ്. ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് സ്പൈനൽ കോഡിൻ്റെയും അതുപോലെ ബേബിൻ്റെ ബ്രെയിനിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഘടകമാണ്. ഇത് വന്നിട്ട് സീരിയസ് ആയിട്ടുള്ള ബർത്ത് ഡിഫക്ട്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. അയൺ ഈസ് എസെൻഷ്യൽ ഫോർ മേക്കിംഗ് ഹീമോഗ്ലോബിൻ, ദ പ്രോട്ടീൻ ഇൻ റെഡ് ബ്ലഡ് സെൽസ് ദാറ്റ് ക്യാരീസ് ഓക്സിജൻ. ഡ്യൂറിംഗ് പ്രഗ്നൻസി ദ മദേഴ്സ് ബ്ലഡ് വോളിയം ഇൻക്രീസസ്, സോ മോർ അയൺ ഈസ് നീഡഡ് ടു പ്രിവെൻറ്റ് അനീമിയ. Folic acid is crucial for the development of the baby's brain and spinal cord.
It helps to prevent serious birth defects like spina bifida. Question: What is parturition? Parturition പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ചൈൽഡ് ബർത്ത് പ്രോസസ്സിന് പറയുന്ന ഒരു മെഡിക്കൽ ടേം ആണ് പാർട്ടൂറിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂട്രസിന്റെ സ്ട്രോങ് കോൺട്രാക്ഷൻസ് ഒക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് ബേബിന്റെയും പ്ലാസന്റയുടെയും ഡെലിവറിയോട് കൂടിയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Parturition is the medical term for the process of childbirth. It is the act of giving birth to a baby. It involves strong contractions of the uterus that push the baby out through the vagina. The process ends with the delivery of the baby and the placenta. Question: What is the difference between normal delivery and a C-section? Normal delivery C-section തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജീനയിലൂടെയുള്ള ബേബിയുടെ ഡെലിവറിയാണ്. അതേസമയം സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സർജിക്കൽ പ്രൊസീജിയർ വഴി ബേബിയെ ഡെലിവർ ചെയ്യുന്നതാണ്. അപ്പോൾ സി സെക്ഷൻ പെർഫോം ചെയ്യുന്നത് നോർമൽ ഡെലിവറി സേഫ് അല്ലാത്ത സിറ്റുവേഷൻസിലാണ്. സി സെക്ഷനിൽ നിന്നുള്ള റിക്കവറി എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിനെക്കാളും കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. എ നോർമൽ ഡെലിവറി ഈസ് വെൻ ദ ബേബി ഈസ് ബോൺ ത്രൂ ദ വെജീന. A cesarean section or C-section is a surgical procedure where the baby is delivered through an incision in the mother's abdomen and uterus. A C-section is performed when a normal delivery is not safe for the mother or the baby. Recovery from a C-section usually takes longer than from a normal delivery. Question: What is colostrum? Colostrum പറഞ്ഞാൽ എന്താണ്? Colostrum എന്ന് പറയുന്നത് ഡെലിവറിക്ക് ശേഷം ബ്രസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഫോം ഓഫ് മിൽക്കാണ്. അപ്പോൾ ഇത് വന്നിട്ട് തിക്കും യെല്ലോയിഷും ആയിരിക്കും. അതുപോലെ സ്മോൾ എമൗണ്ട് ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ഈ ഒരു മിൽക്കിൽ വന്നിട്ട് പ്രോട്ടീനും വിറ്റാമിനും ആൻറ്റിബോഡീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ന്യൂബോണിന് വൈറ്റൽ ഇമ്മ്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. കൊളസ്ട്രം ഈസ് ദ ഫസ്റ്റ് ഫോം ഓഫ് മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗിവിംഗ് ബർത്ത്. It is thick, yellowish and produced in small amounts. It is very rich in proteins, vitamins and antibodies. It provides vital immunity to the newborn and is often called liquid gold. Question: Why is vaccination important for newborns? Newbornsന് എന്തുകൊണ്ടാണ് വാക്സിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ന്യൂബോണിൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വന്നിട്ട് ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കില്ല. അപ്പോൾ പെട്ടെന്ന് അവർക്ക് അസുഖം വരാൻ ചാൻസ് ഉണ്ട്. വാക്സിനേഷൻ എന്ന് പറയുന്നത് ഈ ന്യൂബോണിൻ്റെ ബോഡിയിലോട്ട് വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ജേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഈ വാക്സിനേഷൻ വന്നിട്ട് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ ആൻറ്റിബോഡീസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം അവർ ഡിസീസസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. A newborn's immune system is not fully developed and is vulnerable to diseases. Vaccination introduces a weakened or inactive form of a germ into the body. This helps the baby's immune system to build antibodies and develop immunity without getting sick. It is a safe and effective way to protect children from many serious infectious diseases. Subscribe to this channel for more videos like this. Question: What are contraceptive methods? Give two example. Contraceptive methods പറഞ്ഞാൽ എന്താണ്? അതിന് രണ്ട് എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളാണ്. അപ്പോൾ ഇതിനെ ബർത്ത് കൺട്രോൾ എന്നും പറയാറുണ്ട്. പിന്നെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടെമ്പററി മെത്തേഡ്സ് ആയിട്ടുള്ള കോണ്ടംസും ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസൊക്കെയാണ്. ഇനി പെർമനൻറ്റ് മെത്തേഡ്സും ഉണ്ട്. അത് മെന്നിന് വന്നിട്ട് വെസക്ടോമിയും വിമണിന് വന്നിട്ട് ട്യൂബക്ടോമിയും ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. Contraceptive methods are ways to prevent pregnancy. They are also known as birth control. Examples include temporary methods like condoms and oral contraceptive pills. Permanent methods include vasectomy for men and tubectomy for women. Question: What is infertility? Infertility പറഞ്ഞാൽ എന്താണ്? ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു കപ്പിളിന് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് പല കാരണങ്ങളും കൊണ്ടാവാം. ഒന്നില്ലെങ്കിൽ മെയിൽ പാർട്ട്ണർ ആവാം ഈ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ രണ്ടുപേർക്കും പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ ഇതിൽ വരുന്ന കോസസ് എന്ന് പറയുന്നത് ഒന്ന് ഹോർമോണൽ ഇംബാലൻസസ് ആയിരിക്കും, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിലുള്ള ബ്ലോക്കേജ് ആയിരിക്കും, അല്ലെങ്കിൽ ലോ സ്പേം കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫെർട്ടിലിറ്റിക്കുള്ള പല ട്രീറ്റ്മെൻറ്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Infertility is the inability of a couple
to get pregnant after 1 year of regular unprotected sex. It can be due to the problems in the male partner, the female partner, or both. Causes can include hormonal imbalances, blockage in reproductive organs, or low sperm count. Many treatments are available to help couples with infertility. Question: What are sexually transmitted infections or STIs? Sexually transmitted infection അല്ലെങ്കിൽ STIs പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ STIs പറയുന്നത് ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് സെക്ഷൽ കോണ്ടാക്ട് വഴി പാസ്സാവുന്ന ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഇത് കോസ് ചെയ്യുന്നത് ചിലപ്പോൾ ബാക്ടീരിയ മൂലമാവാം, അല്ലെങ്കിൽ വൈറസ് മൂലമാവാം, അല്ലെങ്കിൽ പാരാസൈറ്റ്സ് മൂലമാവാം. അപ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻസിന് ചില എക്സാമ്പിൾസ് ആണ് എയ്ഡ്സ് വന്നിട്ട് HIV മൂലമാണ് കോസ് ചെയ്യുന്നത്. പിന്നെ ഗൊണേറിയ, സൈഫിലിസ്, ജെനിറ്റൽ ഹെർപ്പസ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. STIs are infections that are passed from one person to another through sexual contact. They can be caused by bacteria, viruses, or parasites. Examples include AIDS caused by HIV, gonorrhea, syphilis, and genital herpes. Using condoms is an effective way to reduce the risk of getting STIs. Question: What is the difference between external and internal fertilization? എക്സ്റ്റേണലും ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ ഡിഫറൻസ് എന്താണ്? ഇപ്പം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫീമെയിലിൻ്റെ ബോഡിയുടെ ഔട്ട്സൈഡിൽ നടക്കുന്ന എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ഫ്യൂഷനാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ അക്വാട്ടിക് അനിമൽസ് ആയിട്ടുള്ള ഫിഷ്, ആംഫിബിയൻസ് ഒക്കെയാണ്. ഇപ്പോൾ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ പറഞ്ഞാൽ ഫീമെയിൽ ബോഡീൻ്റെ അകത്ത് നടക്കുന്ന എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ഫ്യൂഷനാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് റെപ്റ്റൈൽസിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ, അതുപോലെ ബേർഡ്സിൽ, മാമൽസിലൊക്കെ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. External fertilization is when the fusion of egg and sperm happens outside the female's body. This is common in aquatic animals like fish and amphibians. Internal fertilization is when the fusion of egg and sperm happens inside the female's body. This is seen in reptiles, birds, and mammals. Question: What is a blastocyst? Blastocyst പറഞ്ഞാൽ എന്താണ്? മാമൽസിൻ്റെ ഏർലി ഡെവലപ്മെൻറ്റിൽ ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഇത് വന്നിട്ട് ഹോളോ ബോൾ ഓഫ് സെൽസ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് ഫെർട്ടിലൈസേഷന് ശേഷം 5 മുതൽ 6 ദിവസത്തിലാണ് മോറുലിയിൽ നിന്നും ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എ ബ്ലാസ്റ്റോസിസ്റ്റ് ഈസ് എ സ്ട്രക്ചർ ഫോംഡ് ഇൻ ദ ഏർലി ഡെവലപ്മെൻറ്റ് ഓഫ് മാമൽസ്. ഇറ്റ് ഈസ് എ ഹോളോ ബോൾ ഓഫ് സെൽസ് വിത്ത് എ ഫ്ലൂയിഡ് ഫിൽഡ് കാവിറ്റി. It forms from the morula about 5 to 6 days after fertilization. The blastocyst is the stage that implants into the wall of the uterus. Question: What is amniocentesis? Amniocentesis പറഞ്ഞാൽ എന്താണ്? Amniocentesis എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയറിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫീറ്റസിന് ചുറ്റുമുള്ള സാക്കിൽ നിന്നും കുറച്ച് അമിനിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അത് ഈ ഫ്ലൂയിഡിലുള്ള ഫീറ്റൽ സെൽസിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിൽ നിന്നും ഫീറ്റസിൽ വല്ല ജെനറ്റിക് അബ്നോർമാലിറ്റീസോ അല്ലെങ്കിൽ ബർത്ത് ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Amniocentesis is a medical procedure used in prenatal diagnosis. A small amount of amniotic fluid is taken from the sac surrounding the fetus. The fetal cells in the fluid are then tested. This test can detect genetic abnormalities and certain birth defects. Next നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫിൽ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. Question: The biological differences between male and female are known as dash. Answer: sex. Next question: The period of life when a person's body becomes capable of reproduction is called dash. Answer: puberty. Question: The fusion of a sperm and an ovum is called dash. Answer: fertilization. Question: The fertilized egg is known as the dash. Answer: zygote. Next question: The process where the blastocyst attached to the uterine wall is called dash. Answer: implantation. Question: The organ that provides nutrients and oxygen to the fetus is the dash. Answer: placenta. Next question: The cord that connects the fetus to the placenta is the dash cord. Answer: umbilical cord. Next question:
The fluid-filled sac that protects the fetus is the dash. Answer amnion. Next question. The duration of pregnancy in humans from conception to birth is called the dash period. Answer gestation period. Next question. The hormone detected in urine to confirm pregnancy is dash. Answer HCG or human chorionic gonadotropin. Question. The medical care received during pregnancy is called dash care. Answer antenatal care. Next question. The surgical removal of a baby from the uterus is called a dash. Answer cesarean section or C-section. Next question. The first milk produced after childbirth rich in antibodies is called dash. Answer colostrum. Next question. A permanent method of contraception in males is dash. Answer vasectomy. Next question. A permanent method of contraception in females is dash. Answer tubectomy. Next question. The inability to conceive a child naturally is known as dash. Answer infertility. Next question. A common assisted reproductive technology is dash. Answer IVF or in vitro fertilization. Next question. Infections passed from person to person through sexual contact are called dash. Answer STIs, sexually transmitted infections. Next question. The human papilloma virus or HPV is a major cause of dash cancer. Answer cervical cancer. Last question. Fertilization that occurs outside the body, as in fish, is called dash fertilization. Answer external fertilization. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.